ഹലോ, എല്ലാവർക്കും ശുഭദിനം. ഇന്ന് കേരള സംസ്ഥാന 2026-27 ബഡ്ജറ്റ് വരികയാണ്. കേന്ദ്ര ബഡ്ജറ്റ് 2026-27 പ്രഖ്യാപിക്കും മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജില്ലാ ഭരണസമിതികളും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും അവരുടെ വികസനകാര്യ ചർച്ചകൾ പോലും നടത്താത്ത സമയത്ത് അവരുടെ നിർദ്ദേശങ്ങൾ പോലും ഉൾക്കൊള്ളിക്കാതെ അവരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ ഇന്ന് ദ്രുതഗതിയിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് കണ്ടുകൊണ്ട് ഒരു ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ് പാസ്സാക്കിയിരിക്കുക. അതിൽ നിരവധി തട്ടിപ്പുകളാണ് ഈ ബഡ്ജറ്റിൽ നമുക്ക് പ്രകടമാകുന്നത്. നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് സംസ്ഥാന ബഡ്ജറ്റ് ഒരു കാപട്യമാണെന്ന് തിരിച്ചറിയുന്നതിന് നിങ്ങളെ കിഫ്ബിക്ക് 5000 കോടി 4000 കോടി കൊടുത്ത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംസ്ഥാന ബഡ്ജറ്റിൽ അവർ നമ്മളെ സംസ്ഥാനത്ത് പറയുമ്പോൾ കിഫ്ബിയിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ടാണ് അവരുടെ നിയന്ത്രണത്തിലാണ് ഓരോ പദ്ധതികളും നടപ്പാക്കുന്നതെന്ന് നമ്മളോട് പറയുന്ന കിഫ്ബിയുടെ നിയന്ത്രണം, കിഫ്ബിക്ക് പണം കൊടുക്കുന്നത് കേരള സർക്കാരാണ് എന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയാണ്. കേരള സർക്കാർ എങ്ങനെയാണ് കിഫ്ബിക്ക് ബഡ്ജറ്റ് പൈസ കൊടുക്കുന്നത്? അങ്ങനെ കിഫ്ബിക്ക് കൊടുക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടാണോ കിഫ്ബി ഇവിടെ പ്രവർത്തനം നടത്തുന്നത്? അല്ല. കിഫ്ബി എന്ന് പറയുന്നത് സ്വിസ് ബാങ്ക് പോലെ പ്രവർത്തിക്കുന്ന, രാജ്യത്തിന് അകത്തുനിന്ന് പുറത്തുനിന്നും ഉള്ളവരുടെ സമ്പത്ത് ശേഖരിച്ചുകൊണ്ട് കേരളം വിലയ്ക്ക് വാങ്ങാനായിരിക്കുന്ന ഒരു ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് കിഫ്ബി. അത് ഒരിക്കലും കേരള സംസ്ഥാന ബഡ്ജറ്റുമായി കൂട്ടിക്കിഴക്കേണ്ട ആവശ്യം ഇല്ല. കിഫ്ബിക്ക് പണം കൊടുക്കുന്നു എന്ന് ഓരോ പദ്ധതിക്കും കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുമായി ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തി മാത്രം ചെയ്യേണ്ടതാണ്. നിരവധി MLA-മാർ ഇത് ഒന്നും അറിയുന്നില്ല. ധനമന്ത്രി ബാലഗോപാൽ ഒരു ബാലൻ മാത്രമാണ്. ഒരു പ്രീ ബഡ്ജറ്റ് ചർച്ച എന്ന് പറഞ്ഞ് നടത്തിയത് കേവലം ഉദ്യോഗസ്ഥ മേലധികാരിമാരുടെയും ചില ജാതി പ്രീണനവും മതപ്രീണനവും നടത്തിയവരുടെയും സ്ഥാപിത താല്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവരുന്ന ഈ കാപട്യ ബഡ്ജറ്റ് കത്തിച്ചുകൊണ്ട് ജനം പ്രതിഷേധിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ കപടപക്ഷത്തിന് ഈ കേരളത്തിൽ ഒരു തിരിച്ചടി നൽകണം എന്ന് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് ഈ കേരള ജനത്തിൻ്റെ മനസ്സിനോട് പറയുകയാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയേണ്ട അവസരമാണ്. ഈ കാപട്യ ജന്തുക്കളെ ഇനി ഇവിടെ നമ്മൾ അവസരം കൊടുത്താൽ കേരളം വിറ്റ് തൊലച്ച് കട്ടുമുടിച്ച് നേതാക്കന്മാർ ലണ്ടനിലേക്കും അമേരിക്കയിലേക്കും പോകുമെന്നുള്ള സൂചനയാണ്.